സർവമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ ശ്രീ മഹാദേവി നമഃ. ആ ജഗദംബികയുടെയും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെയും അനുഗ്രഹത്തോടുകൂടി നമ്മൾ 14-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലെന്താ പറയുന്നത്? ശുകന്റെ പ്രത്യാഗമനാണ് വർണ്ണിക്കുന്നത്. ശുക്രാചാര്യരെ ചിന്തിച്ചുത്രേ. എന്താ ചിന്തിച്ചേ? എന്റെ ശിഷ്യന്മാരെ ഈ ദേവഗുരു കപടവേഷം കെട്ടി വഞ്ചിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ദൈത്യന്മാരോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ആചാര്യൻ, ഇവൻ ദേവഗുരുവായ ബൃഹസ്പതിയാണ്. ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ഈ ചതിയൻ നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇവനെ വിശ്വസിക്കരുത് കേട്ടോ. നിങ്ങൾ എൻ്റെ വാക്കിനെ വിശ്വസിച്ച് ഗുരുവിനെ പറഞ്ഞാലും എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടും ദൈത്യന്മാർക്ക് ശരിയായ ഗുരു ആരാണെന്ന് മനസ്സിലായില്ല. കുറച്ച് പരിഭ്രമത്തോടെ വ്യാഴം പറഞ്ഞു, ഇവൻ എൻ്റെ വേഷത്തിൽ വന്ന് നിങ്ങളെ പറ്റിക്കുകയാണ്. രണ്ടാള് ഈ പൊട്ടന്മാരെ പറ്റിക്കുകയാണ്. മഹാദേവൻ എനിക്ക് ഉപദേശിക്കുന്ന ആ വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വിദ്യ ഉപാസന ചെയ്ത ശേഷം നമുക്ക് ദേവന്മാരെ തോൽപ്പിക്കാം. കാവ്യരൂപം ധരിച്ച ബൃഹസ്പതി വളരെ സൗമ്യമായി പ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ ഗുരു എന്ന് ദൈത്യന്മാർ വിശ്വസിക്കുകയും ചെയ്തു. പൊട്ടന്മാരല്ലവരെ. അവർ പറഞ്ഞു, ഇദ്ദേഹം ധർമ്മിഷ്ഠനായ ഞങ്ങളുടെ ഗുരു ശുക്രനാണ്. കഴിഞ്ഞ 10 കൊല്ലമായി അദ്ദേഹം ഞങ്ങൾക്ക് വിദ്യ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. നീയാണ് വഞ്ചകൻ, വേഗം എവിടെയെന്ന് പോകുക എന്ന് സ്വന്തം ശരിയായ ശുക്രാചാര്യരോട് ഇവര് പറയുന്നു. പൊട്ടന്മാര് എത്ര പറഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അവർ ദേവഗുരുവിനെ തന്നെ ഗുരുവായി സ്വീകരിച്ച് ഭക്തിയോടുകൂടി തൊഴുതു നിന്നു. ബൃഹസ്പതിയുടെ ചതിയിൽപ്പെട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ദൈത്യന്മാരോട് ശുക്രാചാര്യ കോപത്തോടെ പറഞ്ഞു, എത്ര പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് തോൽവി സംഭവിക്കും. ശപിച്ചു. എന്നെ നിന്ദിച്ചതിന്റെ ഫലം കുറച്ചു കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവന്റെ വഞ്ചനയുടെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തുമെന്ന് ആര് പറഞ്ഞു? ശുക്രാചാര്യ പറഞ്ഞു. ശരിക്കും ദൈത്യന്മാരുടെ ആചാര്യൻ ശുക്രാചാര്യനല്ലേ? ദൈത്യന്മാരെ കോപത്തോടുകൂടി ശപിച്ച് ശുക്രൻ അവിടെ നിന്ന് പോയപ്പോൾ ബൃഹസ്പതിക്ക് വളരെ സന്തോഷമായി. അതന്നെ വൈദ്യം കൽപ്പിച്ചതും യോഗി ഇച്ഛിച്ചതും പാലി. ദൈത്യന്മാർ ശുക്രനാൽ ശപിക്കപ്പെട്ടു എന്നറിഞ്ഞ് ദേവഗുരു അവരെ ഉപേക്ഷിച്ച് ദേവലോകത്തെ പോവുകയും ചെയ്തു. പോയിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര, ഞാൻ കാര്യം സാധിച്ചു വന്നു കേട്ടോ. ദൈത്യരെ ശുക്രൻ ശപിച്ചിരിക്കുന്നു, അതിനാൽ തന്നെ അവരുടെ ശക്തിയെ ക്ഷയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പോയി അവരോട് യുദ്ധം ചെയ്താലും എന്ന് പറഞ്ഞു. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് സന്തോഷമുണ്ട് ഇന്ദ്രൻ ഗുരുവിനെ സാദരം പൂജിച്ച് സന്തോഷിപ്പിച്ചു. ഇന്ദ്രൻ ദേവന്മാരോടുകൂടി ആലോചിച്ച് ദൈത്യന്മാരോട് യുദ്ധം ചെയ്യാൻ തീർച്ചയാക്കി പുറപ്പെട്ടു. തങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ദേവന്മാരെ കണ്ടപ്പോൾ ദൈത്യന്മാർക്ക് തങ്ങൾക്ക് പറ്റി അവളിയെ പറ്റി ബോധവാന്മാരായി. ഇതുവരെ പറഞ്ഞിട്ട് പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം മനസ്സിലായി. അവർ തമ്മിൽ പറയാൻ തുടങ്ങി, നമുക്ക് അബദ്ധം പറ്റി പോയില്ലടോ. ഇനി വേഗം ദേഷ്യപ്പെട്ടു പോയ ആചാര്യനെ പ്രസാദിപ്പിക്കുക, അത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മളെ ചതിച്ചു പോയ ദേവഗുരു കള്ളന്മാരിൽ അഗ്രഗണ്യനാണ്, സാധാരണ കള്ളനൊന്നല്ല. ഭ്രാതൃപത്നിയെ പ്രാപിച്ച അവന്റെ മനസ്സ് മലിനമാണ്, എന്നാൽ വലിയ ശുദ്ധനാണെന്ന് ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? കാവ്യനെ എങ്ങനെയാണ് പ്രസാദിപ്പിച്ച് തിരികെ കൊണ്ടുവരിക? ശുക്രാചാര്യെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉപായത്തെ ചിന്തിച്ചവർ പ്രഹ്ലാദനെ മുൻനിർത്തി. ശുക്രാചാര്യ സമീപിച്ച് അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ കാവ്യം പറഞ്ഞു, ദേവഗുരുവിന്റെ പ്രയോഗം കൊണ്ട് ഞാൻ നന്മ ഉപദേശിച്ചൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ദേവഗുരുവിനെ ആശ്രയിച്ച് എന്നെ അവഗണിക്കുക കാരണം നിങ്ങൾക്ക് അതിന്റെ ഫലവും കിട്ടിയില്ലേ? അതാണ്. ശുക്രാചാര്യർ അവരുടെ അപേക്ഷ സ്വീകരിച്ചില്ല. മാത്രമല്ല അവരോട് ദേവഗുരുവിന്റെ അടുത്തേക്ക് തന്നെ അങ്ങോട്ട് തന്നെ പോയിക്കോ, അതല്ലേ നിങ്ങളെ ഗുരു, ഞാനല്ലല്ലോ. ഇങ്ങനെ ആക്ഷേപിക്കുമ്പോ എന്ന് വിചാരിച്ചിനി? ഞാനതെല്ലാം കേട്ടിട്ട് മിണ്ടാണ്ടൊന്നിട്ട് നിങ്ങൾ വിളിക്കുമ്പം വരുന്ന അത് വേണ്ട പരിപാടി, അങ്ങോട്ടന്നെ പോയിക്കോന്ന് പറഞ്ഞു. ശുക്രന്റെ വാക്കുകൾ കേട്ട് പ്രഹ്ലാദൻ ഗുരുവിന്റെ 2 പാദങ്ങളിലും പിടിച്ച് താണ് കേണപേക്ഷിച്ചു. കാല് പിടിച്ച് വലിച്ചിട്ട് താഴെയിടാത്ത ഭാഗ്യം. അല്ലയോ സർവവിത്തമാ, അങ്ങയെ ആശ്രയിച്ച് നിൽക്കുന്ന മക്കളെ പോലെയുള്ള ഈ ശിഷ്യരെ കൈവിടാൻ പാടുണ്ടോ? അങ്ങയുടെ വേഷം ധരിച്ച് മധുരമായ വാക്കുകളും പറഞ്ഞ് അങ്ങ് മന്ത്രോപദേശത്തിന് പോയ സമയം നോക്കി ഞങ്ങളെ വഞ്ചിച്ചതാണ് ദേവഗുരു. ഞങ്ങളുടെ പൊട്ടന്മാരായതുകൊണ്ടൊന്നും മനസ്സിലായില്ല. അജ്ഞരായ ഇവർക്ക് സംഭവിച്ച അപരാധത്തിൽ ശാന്തചിത്തനായ അങ്ങ് കോപിക്കുന്നത് ശരിയാണോ?
സർവജ്ഞനായ അങ്ങക്ക് അറിയാമല്ലോ ദൈത്യന്മാർ അങ്ങയുടെ ഭക്തന്മാരാണെന്ന്. അങ്ങയുടെ തപശക്തി കൊണ്ട് ഞങ്ങളുടെ അന്ധക്കരണം മനസ്സിലാക്കുക. സജ്ജനങ്ങളുടെ കോപം സ്ഥിരമല്ലല്ലോ. വെയിലും തീയും ഏൽക്കുമ്പോൾ വെള്ളം ചൂടാവും, എന്നാൽ ആ ചൂടില്ലാതായാൽ വെള്ളം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യില്ലേ? ബുദ്ധിമാൻ ക്രോധത്തെ അകറ്റി നിർത്തണം. അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് ഞങ്ങളിൽ കരുണ കാണിക്കണേ എന്ന് കെഞ്ചിയിട്ട് പറഞ്ഞു. പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശുക്രാചാര്യർ കുറച്ചു നേരത്തേക്ക് ധ്യാനത്തിലായി. അദ്ദേഹം ജ്ഞാനദൃഷ്ടിയിൽ സത്യം മനസ്സിലാക്കി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദാനവന്മാരെ, നിങ്ങൾ ഭയപ്പെട്ട് പാതാളത്തിലേക്ക് പോകേണ്ടാട്ടോ. അമോഘമായ എന്റെ മന്ത്രത്താൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പണ്ട് ബ്രഹ്മസഭയിൽ വെച്ച് ബ്രഹ്മാവ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് ഇപ്പോൾ. പ്രാരബ്ധവശാൽ നമുക്ക് അനുഭവിക്കാൻ യോഗം ഉള്ളത് അനുഭവിച്ചേ മതിയാകൂ. ദൈവനിശ്ചയം മറിച്ചാക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോൾ ഈ യുദ്ധത്തിൽ കാലദോഷം കൊണ്ട് പരാജയം സംഭവിച്ച് നിങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകേണ്ടതായി വരും. എന്നാലോ 10 യുഗം നിങ്ങൾ സർവ ഐശ്വര്യ സമൃദ്ധിയോടുകൂടി ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗസുഖം അനുഭവിച്ചില്ലേ? ചെറിയ കാലയളവൊന്നുമല്ലല്ലോ അത്. ഇനി സാവർണ്യമനുവിന്റെ കാലത്ത് നിന്റെ പൗത്രൻ ബലി ത്രിലോക വിജയായി സ്വർഗം കീഴടക്കും. ആരോട് പറയണോ? പ്രഹ്ലാദനോട് പറയണു ഗുരു. പണ്ട് വിഷ്ണു വാമനനായി വന്ന് 3 ലോകവും അളന്നെടുത്തപ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഇപ്പോൾ ദേവകാര്യാർത്ഥമായി ഞാൻ നിന്റെ രാജ്യം പിടിച്ചെടുക്കുകയാണ്. സാവർണ്യ മന്വന്തരത്തിൽ നീ ഇന്ദ്രനായി ഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ. അപ്പോ ആ വാമനമൂർത്തിയായ സമയത്ത് ആ ബലി ഇന്ന് അദൃശ്യനായി ഇന്ദ്രനെ ഭയപ്പെട്ട് കഴുതയായി ഒരു ഗൃഹത്തിൽ ഒളിച്ചു കഴിയുകയാണ്. അങ്ങനെ കഴുതയായി കണ്ട ബലിയോട് ഇന്ദ്രൻ ചോദിച്ചു, അങ്ങക്ക് ലജ്ജയില്ലേ ദൈത്യശ്രേഷ്ഠ, ഈ കഴുത വേഷം കെട്ടി ഒളിച്ചു കഴിയാൻ? അപ്പോൾ ബലി ഇന്ദ്രനോട് പറഞ്ഞു, ഇതിൽ ലജ്ജിക്കാൻ എന്തിരിക്കുന്നു? വിഷ്ണുവും ഓരോ കാലങ്ങളിൽ ആമയും മീനും മറ്റുമായിട്ടുണ്ടല്ലോ. അതുപോലെ കാലം പ്രതികൂലമായപ്പോൾ ഞാനും കഴുതയായി അത്രയേ ഉള്ളൂ. അല്ലയോ പാകവേരി, ദൈവാധീനമുള്ളവനെ ഇത്തരം സുഖദുഃഖങ്ങൾ ബാധിക്കയില്ല. എല്ലാം കാലത്തിനെ ആശ്രയിച്ചിരിക്കുന്നു ആ ബലി ദേവേന്ദ്രനോട് പറഞ്ഞു. ശുക്രൻ പറയണു, ബ്രഹ്മാവിന്റെ സാരവത്തായ ഈ ഭാഷണം കേട്ട് ബലിയും സുരനാഥനും യാഥാർത്ഥ്യത്തെ ശരിയായി ഉൾക്കൊണ്ട് സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇത്രയും ഞാൻ പറഞ്ഞു തന്നത് ദൈവേച്ഛ പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനുഷ്യരായാലും ദേവന്മാരായാലും അസുരന്മാരായാലും ദൈവത്തിന് അധീനരായേ ചരിക്കാൻ സാധ്യമാകൂ. അല്ലാതെ ഓരോരാളുടെ അഹങ്കാരം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റൂല കേട്ടോ. ദൈത്യന്മാരോട് ശുക്രമഹർഷി പറഞ്ഞു കൊടുത്തതോടുകൂടി ഈ 14-ാം അധ്യായം ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. ഇനിയോ ദേവന്മാരുടെയും ദൈത്യന്മാരുടെ ഒരു യുദ്ധം ഉണ്ടല്ലോ. അപ്പൊ വേദവ്യാസൻ പറയുന്നു ആരോട്? ജനമേജയ മഹാരാജാവിനോട് കഥ പറഞ്ഞു കൊടുക്കുന്ന രംഗാണല്ലോ ഇത്. ഹേ രാജൻ, മഹാത്മാവായ ശുക്രാചാര്യരുടെ വാക്കുകൾ കേട്ട് പ്രഹ്ലാദൻ പരിപൂർണ സന്തോഷവാനായി. ദേവന്മാർക്ക് ഇപ്പോൾ നല്ല സമയമാണെന്ന് മനസ്സിലാക്കിയ പ്രഹ്ലാദൻ അസുരന്മാരോട് പറഞ്ഞു, ഇപ്പോൾ യുദ്ധം ചെയ്താലും നമുക്ക് ജയമുണ്ടാവില്ല. ജയിച്ചാൽ ഗർവിതരായ ദാനവന്മാർ യുദ്ധം ചെയ്യണമെന്ന് തന്നെ ശഠിച്ച് ഇപ്രകാരം പറഞ്ഞു, ദൈവഹിതന്മാർക്കാണ് അറിവുള്ളത്. നിരുത്സാഹികളാണ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്. ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് കണ്ടിട്ടുള്ളത്? അല്ലയോ അസുരശ്രേഷ്ഠ, ഇന്നത്തെ ജനങ്ങളെ പോലെ തന്നെയാണ് ഉണ്ടോ പറയുന്നത്? ആണ് ദൈവം എന്ന് പറഞ്ഞാൽ ആരാ ദൈവത്തിന് സൃഷ്ടിച്ചതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ ചോദിക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ നായകനായി നിന്ന് നമ്മുടെ ബലത്തെ ശക്തിയായി പ്രയോഗിച്ച് യുദ്ധം ചെയ്യണം. ദൈത്യന്മാരുടെ വാക്കുകൾ കേട്ട് പ്രഹ്ലാദൻ സേനാനായകനായി നിന്ന് ദേവന്മാരുടെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. സ്ഥാനവന്മാരുടെ പോർവിളി കേട്ട് സ്വരന്മാർ പടക്കോപ്പുകളുമായി യുദ്ധത്തിനിറങ്ങി. മുനിമാരെയും മറ്റും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രനും പ്രഹ്ലാദനും 100 കൊല്ലം യുദ്ധം ചെയ്തു. 1, 2, 10, 20 കൊല്ലല്ല, 100 കൊല്ലം യുദ്ധം ചെയ്തു. അസുരഗുരുവായ ശുക്രന്റെ സഹായം കൊണ്ട് പ്രഹ്ലാദനും സൈന്യങ്ങളും യുദ്ധത്തിൽ ദേവന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് നല്ല സമയം. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശം സ്വീകരിച്ച് ഇന്ദ്രൻ മോക്ഷദായിനിയായ ജഗദംബയെ മനസ്സിൽ ധ്യാനിച്ചു. ഇന്ദ്രൻ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ സ്തുതിച്ചത്? അമ്മേ ദേവി മഹാമായേ ശിവേ,
ജഗദീശ്വരി കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച ദേവി, യാഗങ്ങൾക്ക് ദേവതയായുള്ള ദേവി, ബ്രഹ്മസ്വരൂപിണി ദേവി, ഇതാ ഞങ്ങൾ നമസ്കരിക്കുന്നു അമ്മേ. ദൈത്യരോട് ഏറ്റുമുട്ടി പരാജയവും ക്ഷീണവും സംഭവിച്ച ഞങ്ങളെ രക്ഷിച്ചാലും ധ്യാനിക്കുന്നവർക്ക് സർവാഭിഷ്ടങ്ങളും ധ്യാനിക്കാത്തവർക്ക് ഭയദുഃഖങ്ങളെയും നൽകുന്ന അമ്മേ ജഗദീശ്വരി, ഞങ്ങളെ രക്ഷിച്ചാലും മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് സംസാര ദുഃഖത്തെ തരണം ചെയ്യാൻ ശക്തിയും നിസ്സംഗത്വവും ശാന്തിയും അവിടുന്ന് തന്നെയല്ലേ നൽകുന്നത് അമ്മേ എന്ന് ആര് ദേവേന്ദ്രൻ അമ്മേന്ന് ജഗദംബികയെ സ്തുതിച്ചു. പോരാ, വീണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയകാലത്തെല്ലാം സംഹരിക്കുന്ന കാലരൂപിയും ശരണാഗതി അടയുന്നവർക്ക് അഭയവും കൊടുക്കുന്ന അവിടുത്തെ പ്രഭാവം പ്രശംസനീയം തന്നെയാണ്. ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാർ തുടങ്ങിയ മുനിമാർ തുടങ്ങിയവർ പോലും അവിടുത്തെ പ്രഭാവം അറിയുവാൻ സാമർഥ്യമില്ലാത്തവരാണ്. സംസാര ദുഃഖങ്ങൾ ഏൽക്കാതെ സുഹൃതിയായിരിക്കുന്നവർ അവിടുത്തെ ഭക്തന്മാരായിരിക്കും. ദേവങ്ങളും വേദങ്ങളും ഋഷിമാരും അവിടുത്തെ പ്രഭാവത്തെ ശരിയായി മനസ്സിലാക്കാൻ അസമർത്ഥരാണ് അമ്മേ. ഈ ജന്മത്തിൽ വെഞ്ചാമരക്കാറ്റേറ്റുപട്ടുമെത്തയിൽ കിടന്നൊരു അല്ലലും ഇല്ലാതെ സുഖിക്കുന്നവർ ജന്മത്തിൽ ജഗദീശ്വരിയെ ഭക്തി ആദരപൂർവ്വം പൂജിച്ചവരായിരിക്കും. പ്രകാരം ഇന്ദ്രൻ സ്തുതിച്ചപ്പോൾ ദേവി ചെമ്പട്ട് പുടവെടുത്ത് ദിവ്യമാലങ്ങൾ ചാർത്തി കൈകളിൽ ദിവ്യായുധങ്ങളും ധരിച്ച സിംഹവാഹന ആരൂഢയായി ദേവന്മാരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പ്രസന്നപരനായിട്ട് ദേവി പറയുകയാണ്. എന്താ പറയുന്നത് ദേവി? സുരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ടാട്ടോ, നിങ്ങൾക്ക് രക്ഷക്കായി ഞാനുണ്ട്. ഉടനെ ദേവി തന്റെ വാഹനത്തിൽ കയറി മതോദ്ധതരായ അസുരന്മാരുടെ അടുത്തേക്ക് ചെന്നു. ദേവിയെ കണ്ട് പരിഭ്രാന്തരായ പ്രഹ്ലാദൻ തുടങ്ങിയ അസുരന്മാർ തമ്മിൽ ഇപ്രകാരം പറഞ്ഞു. ഇവള് പണ്ട് വീരന്മാരായ ചണ്ടമുണ്ടന്മാരെയും മഹിഷാസുരനെയും യുദ്ധത്തിൽ വധിച്ചവളാണ് ഇവളെന്നൊക്കെയാന്ന് പറയുന്നത്. ഈ പരാശക്തി നമ്മളെയും കൊല്ലും, തുറപ്പന്നെ. പ്രഹ്ലാദൻ പറഞ്ഞു, നമുക്ക് ഇനി യുദ്ധത്തിനൊന്നും നിൽക്കണ്ട, ഓടിപ്പോയി രക്ഷപ്പെടാം. പിന്തിരിഞ്ഞോടുന്ന അസുരന്മാരെ കണ്ട് നമുജി പറഞ്ഞു, ദേഷ്യം വന്നാൽ ആ ദേവി തീജ്വാല ഭമിപ്പിച്ച് നമ്മളെ കൊല്ലും. വേഗം ആ മഹാമായെ സ്തുതിച്ച് അനുഗ്രഹം വാങ്ങി പാതാളത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് നമുജി എന്ന അസുരൻ പറഞ്ഞു. ചിലവർക്ക് ബുദ്ധിയുണ്ടേ. ഇത് കേട്ട് വിഷ്ണു ഭക്തനും തത്വജ്ഞാനുമായ പ്രഹ്ലാദൻ സ്തുതിക്കാൻ തുടങ്ങി. അമ്മേ, അമ്മ അഭേദായിനിയാണ്, സൃഷ്ടിസ്ഥിതി അന്ധകാരിണിയാണ്, ഈ ചരാചരങ്ങൾ നിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്മേ, ബ്രഹ്മവിഷ്ണു രുദ്രന്മാരൊക്കെ അമ്മയുടെ ആജ്ഞാവർത്തികളാണ്. അമ്മേ, സുരരും അസുരരും അമ്മയുടെ മക്കളല്ലേ, പിന്നെ എന്തിനാണ് ഈ ഭേദഭാവന? അമ്മേ, മക്കൾ ചീത്തയായാലും നന്നായാലും അമ്മയ്ക്കവ തുല്യരല്ലേ. അമ്മേ, ദേവന്മാരും ഞങ്ങളെപ്പോലെ തന്നെ സ്വാർത്ഥ തൽപരരാണല്ലോ, പിന്നെ എന്തിനാണ് പക്ഷഭേദം? രണ്ടു കൂട്ടരും ധനദാനാദികളിൽ ആസക്തരാണ്. ഞങ്ങളും കശ്യപന്റെ പുത്രന്മാരാണല്ലോ. ഞങ്ങളോട് മാത്രം വിരോധം പുലർത്തുന്നത് യുക്തമാണോ ജഗദീശ്വരി? ത്രിഗുണങ്ങളോട് കൂടിയല്ലേ സുരന്മാരും അസുരന്മാരും ജനിച്ചത്? ഈ ദേവന്മാർ സത്വഗുണം മാത്രമുള്ളവരാണോ? കാമക്രോധമത മാത്സര്യങ്ങളില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? യുദ്ധം കാണാനുള്ള കൊതി കൊണ്ടാണ് ഇത്തരം ഭേദചിന്ത വരുന്നതില്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ ഇപ്രകാരം വൈരം സംഭവിക്കുമോ? ആഗ്രഹങ്ങളാണ് ദുഷ്കൃത്യങ്ങളിലേക്ക് നയിക്കുന്നത്. അമ്മേ, ഈ ലോകത്തിൽ ശാസിക്കാനുള്ള അർഹത അമ്മക്ക് മാത്രമല്ലേ ഉള്ളൂ. രാഗികളുടെ വാക്കിനെ ബുദ്ധിമാൻ വകവെക്കുമോ? പണ്ട് പാലാഴിമതന സമയത്ത് വിഷ്ണുദേവന്മാരുടെ കൂടെയാണ് നിന്നത്. പാലനത്തിനു വേണ്ടി അവിടുന്ന് ഏൽപ്പിച്ച ഹരി സുരസുന്ദരിയായ ലക്ഷ്മിയെയും കൗസ്തുഭം രത്നത്തെയും സ്വന്തമാക്കി. ഐരാവതം, കാമധേനു, പാരിജാതം തുടങ്ങിയ ദിവ്യ വസ്തുക്കളെടുത്ത് ഹരിയുടെ സഹായത്തോടെ ഇന്ദ്രൻ ഹരിച്ചു. ഇത്രയൊക്കെ അനീതികളല്ലേ അവർ ചെയ്തത്? അതൊക്കെ ചെയ്തിട്ടും വിഷ്ണു അവരെ സജ്ജനങ്ങളായി കണ്ടു. ധർമ്മലക്ഷണങ്ങളെ അറിയുന്നവർ അവരെ ധർമ്മികളാണെന്ന് പറയുമോ? അമ്മേ, ഇത്രയൊക്കെ അധർമ്മങ്ങൾ ചെയ്തിട്ടും വിഷ്ണു അവരെ അമൃതം കൊടുത്ത് വാഴിച്ചു. അങ്ങനെ നോക്കിയാൽ ധർമ്മവും സത്യവും നീതിയും ഒക്കെ എവിടെ പോയി? ഇവിടെ നിരീശ്വര മതമാണ് നടമാടുന്നത് എന്ന് പ്രഹ്ലാദൻ ഇങ്ങനെ സ്തുതിക്കുകയെന്ന് അമ്മേ.
ഈ പ്രപഞ്ചത്തിന് അധികാരിയായി സർവജ്ഞനായി ഒരാളുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും സൃഷ്ടിയിലും വേദത്തിലും ശാസ്ത്രത്തിലും വൈരുദ്ധ്യം കാണുന്നു. വേദവിത്തുക്കളുടെ വാക്കുകളും ഒരേ തരത്തിലുള്ളതല്ല. അവരും പലതും പറയും. ഒരിക്കൊന്നു പറയും. സ്വാർത്ഥപൂരിതമായി ജഗത്തിൽ എന്തും പറയാനും പ്രവർത്തിക്കാനും ശ്രമിക്കുന്നത് നീതിയാണോ ജഗദീശ്വരി? നിസ്വാർത്ഥികളായിട്ട് ഇവിടെ ആരെയും കാണാനേ കഴിയുന്നില്ല. പണ്ട് ചന്ദ്രൻ ഗുരുപത്നിയായ താരയെ കൈവശം വെച്ചില്ലേ? ഇന്ദ്രനും ഗൗതമപത്നിയെ വഞ്ചനയാൽ പ്രാപിച്ചില്ലേ? ബൃഹസ്പതി ഗർഭിണിയായ ഭ്രാതൃപത്നിയെ വശപ്പെടുത്തി ഗർഭസ്ഥനായ ബാലനെ അന്ധനാക്കിയെന്നും കേട്ടിട്ടുണ്ട്. ഇന്നത്തെ പോലെ നിന്ന് ചീത്ത പറയുമ്പോ ഇങ്ങനത്തെ വൃത്തികെട്ട ഭാഗങ്ങൾ എവിടെയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് വർത്താനം പറയാ. അതുപോലെ തന്നെ സത്വഗുണപ്രധാനിയായ വിഷ്ണു രാഹുവിന്റെ കണ്ഠം ചക്രം കൊണ്ട് ഛേദിച്ചില്ലേ? ദാനധർമ്മിഷ്ഠനായ എന്റെ പൗത്രൻ ബലിയഹരി വാമന വേഷത്തിൽ വന്ന് രാജ്യം തട്ടിയെടുത്തില്ലേ? ഇത്രയൊക്കെ ചെയ്തിട്ടും ദേവന്മാർ ധർമ്മിഷ്ഠരും ബുദ്ധിമാന്മാരുമാണെന്ന് പറഞ്ഞ് വിലസി നടക്കുന്നു അമ്മേ. ഇവരെയൊക്കെ വേണ്ട പോലെ ഗ്രഹിച്ചിട്ട് അവിടുത്തെ ഇച്ഛ പോലെ പ്രവർത്തിച്ചാലും രക്ഷയായാലും ശിക്ഷയായാലും സ്വീകരിക്കാൻ ഞങ്ങള് തയ്യാറാണ് എന്ന് പറഞ്ഞു ദേവിയെ സ്തുതിച്ചിട്ട്. അപ്പം ദേവി പറയുന്നു, പ്രഹ്ലാദന്റെ യുക്തിയുക്തമായ ഭാഷണം കേട്ട് ദേവി പറഞ്ഞു, അസുരന്മാരെ, നിങ്ങൾ നിർഭയരായി പാതാളത്തിലേക്ക് പോകുവിൻ. കാലത്തിനനുസരിച്ചാണ് സുഖദുഃഖങ്ങൾ ഭവിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ വൈരം വെച്ച് പുലർത്താതെ അടങ്ങിയിരിക്കുവിൻ. ആശയാൽ ഗ്രസിക്കപ്പെട്ടവർക്ക് നിത്യസുഖം അനുഭവവേദ്യമല്ല. വിരക്തി വന്നവന് മാത്രമേ മനസ്സുഖം ലഭിക്കുകയുള്ളൂ. ദുരാഗ്രഹികൾക്ക് ത്രൈലോക്യം ലഭിച്ചാലും തൃപ്തി വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ ആജ്ഞയനുസരിച്ച് മനസ്സിൽ വൈരാഗ്യം വെച്ച് പുലർത്താതെ ഈ ഭൂമി വിട്ട് പാതാളത്തിലേക്ക് പോയിക്കൊള്ളുകയെന്ന് അമ്മ പറഞ്ഞു. വ്യാസം പറയണു. അങ്ങനെ അമ്മ പറഞ്ഞു, വ്യാസം പറയണു. ദേവിയുടെ ആജ്ഞയനുസരിച്ച് അസുരന്മാർ ദേവിയെ നമസ്കരിച്ച് പാതാളത്തിലേക്ക് യാത്രയായി. ദേവിയും അന്തർധാനം ചെയ്തു. ദേവന്മാർ സ്വന്തം വാസസ്ഥലങ്ങളിലേക്കും പോയി. ദേവന്മാരും അസുരന്മാരും സ്പർദ്ധ ഉപേക്ഷിച്ച് സുഖമായി കാലം കഴിച്ചു. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആഖ്യാനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവരുടെ ദുഃഖങ്ങളെല്ലാം അസ്തമിച്ച് ശ്രേയസ് വന്നു ചേരും എന്നുള്ള ഫലശ്രുതിയോടുകൂടി ഈ യുദ്ധശാന്തി എന്ന 15-ാം അധ്യായം ദേവിയുടെ തൃപ്പാദാത്മങ്ങളെ സമർപ്പിച്ചു. ഇനി ഹരിയുടെ നാനാ അവതാരങ്ങളാണ് പറയുന്നത്. ജനമേജയ രാജാവ് ചോദിക്കുന്നു, വ്യാസമഹർഷി, മഹാവിഷ്ണു ഭൃഗുശാപത്താൽ പല അവതാരങ്ങളും എടുത്തു എന്ന് പറഞ്ഞുവല്ലോ. ഏതേത് മന്വന്തരങ്ങളിൽ വിഷ്ണു എപ്രകാരം അവതരിച്ചു എന്ന കഥ വിസ്തരിച്ച് പറഞ്ഞു തന്നാ തരക്കേടില്ല എന്ന് ജനമേജയ രാജാവ് പറയുന്നു. അപ്പൊ വേദവ്യാസ മഹർഷി പറയുന്നു, ഓരോ മന്വന്തരത്തിലെയും വിഷ്ണുവിന്റെ അവതാരത്തെ പറ്റി ഞാൻ പറയാം. ചാക്ഷുഷ മന്വന്തരത്തിൽ ധർമ്മന്റെ പുത്രന്മാരായി ധർമാവതാരമായി നരനാരായണന്മാരായി അവതരിച്ചു. ചാക്ഷുഷ മന്വന്തരത്തില് വൈവസ്വതം എന്ന 2-ാം മന്വന്തരത്തിൽ ഭഗവാൻ ഹരി അത്രിയുടെയും മഹർഷിയുടെ പുത്രനായി ദത്താത്രേയൻ എന്ന പേരിൽ അവതരിച്ചു. അത്രിയുടെയും അനസൂയയുടെയും പുത്രനായി. പതിവ്രതാരത്നവും അത്രി മഹർഷിയുടെ പത്നിയുമായ അനസൂയയുടെ പ്രാർത്ഥന പ്രകാരം ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ ആ ദേവിയുടെ പുത്രന്മാരായി ജനിച്ചു. ബ്രഹ്മാവിന്റെ അംശമായി ചന്ദ്രനും വിഷ്ണുവിന്റെ അംശമായി ദത്താത്രേയനും രുദ്രന്റെ അംശമായി ദുർവാസവുമായിരുന്നു കേട്ടോ ആ പുത്രന്മാര്. 4-ാമത്തെ യുഗത്തിൽ എന്തുണ്ടായി? ദേവന്മാരുടെ കാര്യസാധ്യത്തിന് ഹരി വരാഹമൂർത്തിയായും പിന്നീട് നരസിംഹമൂർത്തിയായും അവതരിച്ച് പരാക്രമശാലികളായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വധിച്ചു. ശ്രേഷ്ഠമായ ത്രേതായുഗത്തിൽ എന്ത് ചെയ്തു? കശ്യപപുത്രനായി വാമനാവതാരം ധരിച്ച് ബലിയുടെ ദർപ്പത്തെ അടക്കി പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു. 19-ാമത്തെ ത്രേതായുഗത്തിൽ വീരശൂര പരാക്രമിയായ പരശുരാമനായി അവതരിച്ച് ക്ഷത്രിയ നിഗ്രഹം ചെയ്തു. ത്രേതായുഗത്തിലാണെങ്കിലോ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പുരുഷോത്തമനായ ശ്രീരാമനെ അവതരിച്ച് രാവണനെ നിഗ്രഹിച്ചു. ചെറിയ കളിയൊന്നുമല്ല. പിന്നീട് നരനാരായണനായുടെ അംശാവതാരമായി കൃഷ്ണനും അർജുനനുമായി അവതരിച്ചു. ബലശാലികളായവർ ഭൂമിയുടെ ഭാരം തീർക്കാൻ കുരുക്ഷേത്രത്തിൽ വെച്ച് ദുഷ്ട രാജാക്കന്മാരെ നിഗ്രഹിച്ചു. ഇപ്രകാരം യുഗം തോറും
പലതരത്തിലുള്ള അവതാരവും വിഷ്ണുവിന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും, തിര്യജന്തുവായിട്ടും മനുഷ്യരൂപത്തിലായിട്ടും ഒക്കെ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ഈ 3 ലോകങ്ങളും ജഗദംബയുടെ ഇച്ഛക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പരമാത്മാവിന്റെ താല്പര്യമനുസരിച്ച് ദേവിയാണ് ഈ വിശ്വം സൃഷ്ടിക്കുന്നത്. പരമാത്മാവ് ത്രിഗുണങ്ങൾക്ക് അധീനനൊന്നുമല്ല, നിർഗുണനാണ്. മൂലപ്രകൃതിയാണ് ജഗദീശ്വരി. ആ ദേവിയുടെ നിയോഗം കൊണ്ട് മാത്രം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നു. ഉപാധികളെല്ലാം കൊണ്ട് നിർഗുണയായ ദേവി 3 വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ സമയത്ത് അവൾ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് സ്വന്തമായി ശോഭിക്കുന്നു, കാമദാത്രിയായി പരിലസിക്കുന്നു. കൽപ്പാന്തത്തിലാണെങ്കിലോ മായ കൊണ്ട് എല്ലാറ്റിനെയും സംഹരിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും വിഷ്ണു പരിപാലിക്കുകയും രുദ്രൻ സംഹരിക്കുന്നതൊക്കെ ദേവിയുടെ സഹായം കൊണ്ടുകൂടിയാണെന്ന് പറയുന്നു. അല്ലയോ രാജാവേ, ഈ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവരെ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുന്നതും ആ പരാശക്തിയുടെ വൈഭവം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞും കൊണ്ട് നമ്മള് ഈ നാനാ അവതാര കഥനം, ഭഗവാന്റെ നാനാ അവതാര കഥനം എന്ന 16-ാം അധ്യായം ആ പൊന്നു തമ്പുരാന്റെയും ജഗദംബികയുടെ പാദപത്മങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായൈ നമഃ.